തൊട്ട കൂട്ടത്തിൽ എൻ്റെ മോനെ ഒന്ന് തൊടണേ. ഇന്ന് ഇതെന്തോ അടിച്ചേക്കുന്ന നെറ്റിയൽ അതെന്തോ ഈ വാമ്പേർ എന്തുവാ? രാക്ഷസൻ. നിനക്കിത് കാണട്ടെ. നിന്റെ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. ഇനിയും ഒരു കേസിനും പോത്തില്ല. പോമോ? മദ്യപിക്കുന്നില്ല ഇനിയും? ഇല്ല. അമ്മ സന്തോഷായില്ലേ? യേശു ജീവിക്കുന്നു. ഒരു പാപി മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുന്നത്. നിന്റെ അമ്മയാണോ അത്? അമ്മയാ, അവന്റെ അമ്മയാ അത് കേട്ടോ. അവന്റെ അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. യേശുവേ, എല്ലാരും തൊട്ട കൂട്ടത്തിൽ എൻ്റെ മോനെ ഒന്ന് തൊടണേ. എൻ്റെ മോനെ തൊടാതെ ഇന്ന് രാവിലെ പാസ്റ്റർ പോവല്ലേ എന്നവൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും കൂടെ കൈയടിച്ച യേശുവേ എന്ന് ഉറക്കി ഒന്ന് വിളിച്ച ദൈവത്തിന് ഈ രാവിലെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഈ രാവിലെ മുടിയനായ പുത്രനെ തൊട്ടതുപോലെ ദൈവം ഈ ചെറുപ്പക്കാരനെ തൊടാൻ പോകുകയാ. അപ്പന്റെ ഭവനത്തിലേക്ക് ഇന്ന് രാവിലെ ദൈവം അവനെ മടക്കി കൊണ്ടുവരാൻ പോകുകയാ. സഭയൊന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് സ്നേഹിതരെ, അവന്റെ അമ്മയും കൊണ്ടുവാ. അവന്റെ അമ്മയും കൊണ്ടുവാ. നിന്റെ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. അതുകൊണ്ടാണ് നീ ആയുസോടെ നിൽക്കുന്നേ. എവിടെ ചെന്നാലും വേണ്ടാത്ത എല്ലാ വയ്യാവേലിയും നിന്റെ തലയിൽ വരും. സത്യമില്ലോടാ? നമ്മളെല്ലാ കേസ് കെട്ടും ഇന്ന് നിർത്തും. നിർത്തിയാലോ? പറ. നിർത്തും. നിന്റെ മുമ്പിൽ എത്ര മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്? 53 പ്രാവശ്യം, 53 ദിവസം. എല്ലാം കൂടെ എത്ര കേസുണ്ടായിരുന്നു? 7 കേസ്. ഇനിയും ബാക്കി എത്ര കേസുണ്ട്? 2 കേസ് കൂടെ. ഇന്ന് രാവിലെ ദൈവം എന്നോട് പറയുക, ആ കേസിലും ദൈവം നിന്നെ വിടുവിക്കാൻ പോവാ. ഒന്ന് കൈയടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഈ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ യേശുവിന് വേണ്ടി നിൽക്കാൻ പോവാ. എല്ലാരും കൂടെ കൈയടിച്ച യേശുവെ എന്ന് വിളിക്കാമോ? ഒരു പാപി മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുന്നത്. ഈ അമ്മയ്ക്ക് 2 മക്കളുണ്ട്. 2 മക്കളെ കൊണ്ടും അനുഭവിക്കാതിരിക്കുക. മോനെ എടുത്തോ. കമ്മലും മൂക്കുത്തി ഒന്നും വേണ്ട. മൂക്കുത്തി, കമ്മൽ 1, സഹായിച്ച വസ്തു, കമ്മല് 2, ഒരു കുഞ്ഞെ. ഇന്ന് ഇതെന്തോ അടിച്ചേക്കുന്ന നെറ്റിയൽ അതെന്തോ ഈ വാമ്പേർ എന്തുവാ? രാക്ഷസൻ. നിനക്കിത് കാണട്ടെ. ഒരു മിക്കവാറും ഉടുപ്പ് വരെ ഊരേണ്ടി വരും. ഇത് ഊരിയേക്കണം. ഊരുമല്ലോ? ഇന്നൂരും. നിനക്ക് ഈ രാക്ഷസനെ കാണട്ടെ. നിങ്ങൾ കൈയടിച്ചൊരു സ്വോത്രം പറ. എന്റെ പൊന്ന് ചെറുപ്പക്കാരെ, നിനക്ക് എത്ര വയസ്സുണ്ട്? 32 വയസ്സുള്ള ഈ ചെറുക്കൻ നെഞ്ചത്തടിച്ചേക്കുന്ന രാക്ഷസൻ, വാമ്പയർ രാക്ഷസൻ. ഇന്ന് തൊട്ട് ഇവൻ രാക്ഷസനല്ല, യേശുവിന്റെ പൈതലാ. നിങ്ങൾ കൈയടിച്ചൊരു ആമീൻ പറയാ. എനിക്ക് ദൂത് പറഞ്ഞതിൽ ഏറ്റവും സന്തോഷം ഇപ്പോഴാ. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോ സ്വർഗം സന്തോഷിക്കുക. പാപിയെ ഞങ്ങള് പാപിയായിട്ട് വിടത്തില്ല. പാപിയെ മാനസാന്തരപ്പെടുത്തേ വിടത്തുള്ളൂ. എടാ, ഇതെന്തോ ചെയ്യണ ഇത്? അതെന്തോ ഇങ്ങനെ? അതെന്തോ ഈ ടൈമിങ് ചെയ്യുന്ന പറഞ്ഞ? എനിക്കിതാ തിരിച്ചു തരൂ അത് കേട്ടോ. ഇനി ഇടല്ല. കമ്മല് കൊടുക്കരുത്, ടൈമിങ് ചെയിൻ കൊടുത്തേക്കണം. ഇത് അടിക്കാൻ വല്ലോ ആണോ? അടിക്കല്ല ആരെയും. ദൂരി കൊടുക്കമ്മേ. വാല് പോലായത്. ഒരു വടിപാട് വല്ലതും ഉണ്ടോ? അയ്യോ, ഇത് ചെയിനാന്നല്ലോടാ ഇത്.
അയ്യോടാ, ഇതെന്തുവാ ഇത്? ചുമ്മാതല്ല കേസ് വരുന്നേ. കൊടുത്തേക്കണം കേട്ടോ. ഇത് വേണമെന്ന് വീട്ടിൽ വെച്ചേക്കണം. ഇനി എടുത്തോണ്ട് നടക്കരുത്. നടക്കുമോ? ഇല്ല. പിന്നെ ഊശാന്താടി ഇപ്പം ബ്ലേഡ് കൊണ്ട ഇപ്പം ഞാൻ പഠിച്ചേനെ. ഇത് വേണ്ട, ക്ലീൻ ഷേവ് ചെയ്താൽ മതി. ഞാൻ സുന്ദരല്ലയോ? കുഴപ്പമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു പെണ്ണനോട് കെട്ടണമെന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട്. ശരിക്കും നീ നോക്കെന്നെ. അപ്പം താടി എടുത്തേക്കണം. എടുക്കുവോ? എടുക്കും. മാല വേണ്ട, മേലതാ. ആ, ഊരിത്തരണം കൊടുത്തേക്കണം. പിന്നെന്തോ ഇവൻ വിചാരിക്കുന്ന പാൻ്റ് ഉൾപ്പെടെ ഊരുവെന്നാ. ദാണ്ട കുഞ്ഞെ, യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കുവോ? മദ്യപാനം നിർത്തണം. നിന്റെ കത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. ഒരാൾ മുടിയാൻ തന്ന തരവാ. തന്നതാരാന്ന് എനിക്കറിയാം. എടാ, നീ ആത്മഹത്യ ചെയ്യണം. അതിനു വേണ്ടി കെട്ടിയ കെട്ട ഒന്നുകിൽ ഒരു പിച്ചാത്തിപ്പിടിയിൽ ഒതുങ്ങണം, അല്ലെങ്കിൽ നീ ആത്മഹത്യയിൽ ഒതുങ്ങണം. ഇതിനു വേണ്ടി അന്നനൻ്റെ അകത്ത് കൈവശം തന്നേ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഈ 2 കെട്ടും പൊട്ടാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച്. സ്നേഹിതരെ, ഈ 32 വയസ്സുള്ള 52 ദിവസം ജയിലിൽ കിടന്ന ഈ വിഷ്ണു എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരല്ല. ഒന്ന് കൈയടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒരു പാപി മാനസാന്തരപ്പെടുമോ? ആ 2 കരങ്ങളും ഉയർത്തി ഒന്ന് പാടാൻ പറ്റുമെങ്കിൽ ആ ദൈവത്തിനൊന്ന് പാടിയേ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം. ആ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നുമെന്നും വേണം. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ എന്റെ ചങ്കാണേ, യേശുവേ എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ. മോനെ, ഇനി കേസ് വേണ്ട. വേണോ? വേണ്ട. നിന്റെ കയ്യിൽ എന്തോ കിടക്കുന്നേ? ഒരു തലയോട്ടി കിടപ്പുണ്ട്. ഉണ്ടോ? ആ, അത് തിരിച്ചു തരും. ഊരിയോ? നീ ഊരി അവൻ പോക്കറ്റിലിട്ടുവാ. പക്ഷെ ഞാൻ കണ്ണടയ്ക്കുമ്പം നിന്റെ കയ്യിൽ ഒരു തലയോട്ടിയുടെ രൂപമുള്ള എന്തോ ഇരിപ്പുണ്ടെന്ന് യേശു പറഞ്ഞു. ഞാൻ ഊരുന്നതിന് മുമ്പ് അവൻ ഊരി പോക്കറ്റിലിട്ട് കളഞ്ഞു. തടതാ പോക്കറ്റ് എന്താ പോയോ? അതാ. ആ കുഞ്ഞെ, തലയോട്ടി. തലയോട്ടി കാണാമോ? നിനക്ക് പ്രയോജനപ്പെടും. കാണാമോ? തലയോട്ടി ഇല്ലയോ? ഇത് തിരിച്ചു അനിയൻ്റെ ഇല്ലേ? ഇടണ്ടെന്ന് പറയണം. കൊള്ളത്തില്ല, തിരിച്ചു തരും കേട്ടോ. എന്നാ പേടിയുണ്ടോ? തലയോട്ടിയാ. ആ ശരി കുഞ്ഞെ, എടാ എന്നെ നോക്ക. ഇനി യേശുവിൻ്റെ ജീവിക്കും. ജീവിക്കോ? ജീവിക്കും. നിങ്ങളൊന്ന് കൈ ഒന്ന് അടിച്ചോ. സ്തോത്രം ചെയ്തേ. ഞങ്ങളെല്ലാം കൂടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഒന്ന് മുട്ടുകുത്തില്ലേ? എല്ലാവരും ഒന്ന് കൈ നീട്ടി പിടിച്ചേ. സ്നേഹിതരെ, ഇന്ന് കർത്താവ് ഇറങ്ങി വന്ന രാവിലെയാ. ഇതിനപ്പുറത്ത് ദൈവത്തിന് ഒരു സന്തോഷമില്ല. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ 32 വയസ്സുള്ള വിഷ്ണുവിന് നേരെ ഒന്ന് കൈ നീട്ടി പിടിച്ച് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. അവന്റെ മേലുള്ള എല്ലാ കേസും വധശ്രമത്തിന്റെ കേസാ. തമ്പുരാനെ, അവന്റെ അമ്മയുടെ ഏറിയ നാളത്തെ പ്രാർത്ഥനയാണല്ലോ, അവന്റെ അമ്മയുടെ ഏറിയ നാളത്തെ കണ്ണുനീരാണല്ലോ. അതെല്ലാം അവിടുന്ന് കണ്ടതിന് സ്തോത്രം. ഈ ചെറുപ്പക്കാരന് കൊടുത്ത മാനസാന്തരത്തിന് നന്ദി. അവൻ ഈ യേശുവിന് വേണ്ടി ജീവിക്കട്ടെ, യേശുവിൻ്റെ സാക്ഷിയാകട്ടെ. ഞങ്ങളുടെ 3 മക്കളെയും ദൈവം ആദരിക്കണേ, അവരുടെ കുടുംബത്തെ ദൈവം ആദരിക്കണം. അവൻ്റെ ബാംഗ്ലൂരിലുള്ള ഭാര്യയ്ക്കായി സ്തോത്രം. അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചല്ലോ, അവരുടെ ജീവിതത്തെ തകർത്തു കളയാൻ വ്യാപരിക്കുന്ന ഒരാധിപത്യം ഉണ്ടല്ലോ. ഇന്ന് രാവിലെ അതുകൂടെ പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിന് വേണ്ടി ജീവിക്കാൻ അവനെ സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങളിരുന്ന പ്രിയരെ, മോനെ എഴുന്നേറ്റ് നിൽക്കടാ. മക്കളെ,
ഇനിയും ഒരു കേസിനും പോകത്തില്ല. പോമോ? ഇല്ല, പോകില്ല. ഇല്ല. മദ്യപിക്കുന്നില്ല ഇനിയും? മദ്യപിക്കില്ല. ഇല്ല. അമ്മേ സന്തോഷമായില്ലേ? യേശു ജീവിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതാ. നിങ്ങൾ പോയിരുന്ന കൈയടിച്ച് ദൈവത്തിന്